നമസ്കാരം. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ യു പിന്തുണയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 3 ദിവസത്തെ വാഹന ജാഥ നടക്കുന്നു എന്നതാണ് മലബാർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന പ്രധാന ട്വിസ്റ്റ്. മുന്നണിയോ ലെ പ്രബല കക്ഷികളോ നേരിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണ പരിപാടികളിൽ നേതാക്കളും ജനപ്രതിനിധികളും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് നേതാവ് ടി മുഹമ്മദ് ബഷീർ MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജാഥയുടെ വിജയത്തിനായി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ്മ നെടുമ്പടി വഴിക്കടവ്, OT ജെയിംസ് എടക്കര, ഉസ്മാൻ കാറ്റാടി മൂത്തേടം, വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. വഴിക്കടവിൽ ചേർന്ന യോഗത്തിലും നേതാക്കൾ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, വൈസ് പ്രസിഡന്റ് റെജി ജോസഫ്, സിന്ധു രാജൻ, അഫ്സത്ത് പുളിക്കൽ, CK നാസർ, P സരസ്വതി, സെയ്തലവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏലക്കാടൻ, ലത്തീഫ് മണിമൂളി എന്നിവർ സംസാരിച്ചു. എന്നാൽ LDF നിന്ന് ആരും പങ്കെടുത്തില്ല. മുഖ്യമന്ത്രിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും രൂക്ഷമായി വിമർശിച്ച് LDF നിന്ന് പുറത്തുപോയ പി അൻവർ ആദ്യം UDFുമായി അടുക്കുന്നതായി സൂചനയുണ്ടായിരുന്നു. പിന്നീട് DMK എന്ന പേരിൽ സ്വന്തം സംഘടന രൂപീകരിച്ച് കളം മാറ്റിപ്പിടിക്കുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണം നടത്തുകയും ചെയ്തു. അതിനിടെ ചേലക്കര സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും അൻവറും തമ്മിൽ വാക്പോരുമുണ്ടായി. എന്നാൽ KPCC പ്രസിഡന്റ് K സുധാകരൻ അൻവറിന് പരോക്ഷ സംരക്ഷണം നൽകിയതും ശ്രദ്ധേയമായിരുന്നു. കേരള വനനിയമ ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന പാർലമെന്റ് ജാഥയിലൂടെ അൻവറിന്റെ പ്രവേശനവും ഉണ്ടാകുമോ എന്നാണ് ജനം ഉറ്റുനോക്കുന്നത്. അതിനിടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന പൊതുവേദിയിൽ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പി അൻവർ MLA പങ്കെടുത്തു. ചുങ്കത്തറ മുട്ടിക്കടവിലെ ജില്ലാ കൃഷിത്തോട്ടത്തിനടുത്ത് നടത്തുന്ന നിറബലി 25 എന്ന കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേളയിലാണ് വ്യാഴാഴ്ച അദ്ദേഹം എത്തിയത്. ഇതിനിടെ പി അൻവറിന്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ രംഗത്തു വന്നു. താനുമായി അൻവർ ചർച്ച നടത്തിയിട്ടില്ലെന്നും ചർച്ച നടന്നു എന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ചർച്ച നടന്നു എന്നത് തെറ്റായ വാർത്തയാണ്. ഞാനുമായി പി അൻവർ ചർച്ച നടത്തിയിട്ടില്ല. അൻവർ നടത്തുന്ന ജാഥയിൽ DCC പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന വിഷയത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. DCC പ്രസിഡന്റുമാർക്ക് ക്ഷണം ലഭിച്ചത് എനിക്കറിയില്ല. വിഷയത്തിൽ ചർച്ച വന്നാൽ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്നൊക്കെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഇതിനിടെ ഇടതുമുന്നണിയുമായുള്ള അകൽച്ച ഒന്നുകൂടി വ്യക്തമാക്കി പി അൻവറിന്റെ തോക്ക് ലൈസൻസിനുള്ള അപേക്ഷ നിരസിച്ചു. തോക്കിനുള്ള ലൈസൻസ് അപേക്ഷയിൽ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ വിളിച്ച ഹിയറിംഗിന് മലപ്പുറം കളക്ടറേറ്റിലെത്തിയ അൻവറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റവന്യൂ വകുപ്പും വനം വകുപ്പും ക്ലിയറൻസ് നൽകിയെങ്കിലും പോലീസിൽ നിന്നുള്ള NOC കിട്ടിയിരുന്നില്ല. പി അൻവർ മുമ്പ് കലാപാഹ്വാനം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. കലാപാഹ്വാനത്തിന് തനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞതെന്നും ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യാനായി തന്നെ വിളിച്ചിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. ഒരു നിലയ്ക്കും ലൈസൻസ് കിട്ടരുതെന്നത് P ശശിയുടെ ആവശ്യമാണെന്നും അതിനാലാണ് പോലീസ് എതിർത്ത് റിപ്പോർട്ട് നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ വീടിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സുരക്ഷയൊക്കെ തിരുവനന്തപുരത്തു നിന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഒരു ഫോൺ വിളി എത്തിയാൽ അവസാനിക്കുന്നതാണെന്നും അൻവർ പറഞ്ഞു. പാർട്ടിയെയോ പ്രവർത്തകരെയോ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലെന്നും പിണറായി വിജയനെയും P ശശിയെയും ഇപ്പോൾ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ CPM-ഉമായി ഉള്ളൂ എന്നും നിലമ്പൂർ MLA പി അൻവർ വ്യക്തമാക്കി. പാർട്ടിക്കകത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിലെയും നിക്ഷിപ്ത താല്പര്യക്കാരാണ് പ്രശ്നക്കാർ. CPM-നകത്ത് നിന്ന് CPM-ആയി പ്രവർത്തിക്കുന്ന പിണറായി വിജയനും P ശശിയും ഉൾപ്പെടുന്നവരോടാണ് തനിക്ക് പ്രശ്നമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം പി അൻവർ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഇടതുമുന്നണി അങ്കലാപ്പിലാണെന്ന് തീർച്ച.